മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസ് നഗരത്തിൻ്റെ അടുത്ത് ഒരു 60 നില കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് കുഴിക്കുകയായിരുന്നു. വലിയ എർത്ത് മൂവേഴ്സ് ഉപയോഗിച്ച് കുഴിച്ചപ്പോൾ വലിയൊരു ഷീറ്റ് കിട്ടി. 6 അടി × 6 അടി നീളം വീതിയുള്ള ഒരു ഷീറ്റ്. അത് സിങ്കിൻ്റെ ഷീറ്റായിരുന്നു. കട്ടിയുള്ള സിങ്കിൻ്റെ ഷീറ്റാണ്. ഇതിൽ സംസ്കൃതത്തിലും പാലി ഭാഷയിലും എഴുതിയിട്ടുണ്ട് തക്ഷശില എന്ന്. അതിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് BC 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ സിങ്ക് ഷീറ്റാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സിങ്ക് ഉണ്ടാക്കാൻ, പ്യൂരിഫൈ ചെയ്യാൻ, ഷീറ്റുകളാക്കി മാറ്റാൻ, അത് എക്സ്പോർട്ട് ചെയ്യാൻ, അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മണ്ണിൻ്റെ അടിയിൽ 26 നൂറ്റാണ്ട് കിടന്നിട്ടും അത് സിങ്ക് തുരുമ്പിക്കാതിരിക്കാൻ, ഇരുമ്പ് തുരുമ്പിക്കല്ല, സിങ്ക് ഓക്സൈഡായി മാറാതിരിക്കാൻ പാകത്തിനുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങോട് കൂടിയ സിങ്ക് 2.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 1/4 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഉണ്ടാക്കി. ഞാനൊന്ന് തിരുത്തിയാണ്, 2.5 സഹസ്രാബ്ദം തന്നെയാണ് ശരി. മുമ്പ് 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് ഗ്രീസിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു മെറ്റൽ ഉണ്ടാക്കാനുള്ള കഴിവ് ചെറിയ ക്രൂസിബിളിലല്ല ഉണ്ടായിരുന്നു, വലിയ വലിയ സിസ്റ്റമായിട്ടുണ്ട്. ആ സിങ്ക് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റ് മെറ്റീരിയല് രാജസ്ഥാനിൽ ഇപ്പോൾ നമ്മൾ ചെന്നാൽ കാണാൻ സാധിക്കും. 35 കിലോമീറ്റർ നീളത്തിന് ഈ വേസ്റ്റ് മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. വൈദിക കാലത്ത് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ അതേപോലെയുണ്ട്. ആൾ താമസമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പൊക്രാനിൻ്റെ ഒക്കെ അടുത്താണ്, ആറ്റം ബോംബ് പൊട്ടിച്ച പൊക്രാനിൻ്റെ ഒക്കെ അടുത്തുള്ള ആ ദാരിബ മൈൻസിൽ ഈ സിങ്ക് ഉണ്ടാക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ 35 കിലോമീറ്റർ നീളത്തിൽ എത്രയോ മില്യൺ ടൺസ്, ദശലക്ഷക്കണക്കിന് ടൺ വേസ്റ്റുകൾ അവിടെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒരാളും അത് മാറ്റിയിട്ടില്ല. ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? പല വയലുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ മാറ്റിയിട്ടില്ല. അപ്പോൾ എത്രയോ അധികം ക്വാണ്ടിറ്റി സിങ്ക് എക്സ്ട്രാക്ട് ചെയ്ത് ബ്രാസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച് മറ്റു തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് ചേർത്ത് പിന്നെ അതിനെ ആവശ്യക്കണക്കിന് ഷീറ്റുകളാക്കി മാറ്റി ഗാൽവനൈസേഷൻ ഉപയോഗിച്ച്, നിങ്ങൾക്കറിയാം GI ഷീറ്റ്, ഇന്ന് നമ്മൾ GI ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. സിങ്ക് ഉപയോഗിച്ച GI ഷീറ്റുകൾ മാതിരിയുള്ളത് ഉണ്ടാക്കിയിട്ട് ഷീറ്റുകൾ തന്നെ നേരെ എക്സ്പോർട്ട് ചെയ്ത്, ഞാൻ പണ്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറയുകയുണ്ടായി. കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ്. എന്താ ഗ്രൂപ്പ് ഉണ്ടാക്കിയറിയോ? കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ബർമൂഡ ട്രയാങ്കിളിന്റെ ആ പ്രദേശത്ത് അറ്റ്ലാന്റിക് ഓഷ്യനില് പണ്ടത്തെ കാലത്ത് മുങ്ങിപ്പോയ കപ്പലുകളിൽ നിന്ന്, അവശിഷ്ടങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്ത് അത് വിറ്റ് അതിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാം. അതിനുള്ള ചെലവുകളെല്ലാം ഈ രാജ്യങ്ങളാണ് വഹിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ഇവരെല്ലാവരും കൂടി ഷെയർ ചെയ്യും. അങ്ങനെ 3500 വർഷങ്ങൾക്ക് മുൻപ് ലോതലിൽ നിന്ന് പോയിരിക്കുന്ന കപ്പലുകളിലെ അടക്കമുള്ള സാധനങ്ങൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും സിങ്ക് ഉണ്ട്. അപ്പൊ വലിയ വലിയ സിങ്കിന്റെ ഇൻകോട്ട് ബോൾസ്, അത് അന്നത്തെ കാലഘട്ടത്തില് കൊടുങ്കാറ്റ് കൊണ്ടോ സമുദ്രം റഫായത് കൊണ്ടോ വേറെ പ്രശ്നങ്ങൾ കൊണ്ടോ
ആ കപ്പൽ തകരുമ്പോൾ അത് മണ്ണിൻ്റെ അടിയിൽ ചെന്ന് അവശേഷിക്കുമ്പോൾ അതിനകത്തും ധാരാളം സിങ്കിൻ്റെ ഇൻഗോട്ട് ഉണ്ടായിരുന്നു. ആ സിങ്കിൻ്റെ ഇൻഗോട്ട് അഘോര ഗ്രാമത്തിന്, ഏതൻസിന്റെ അടുത്തുള്ള ഗ്രാമത്തിന്റെ പേര് അഘോര. അഘോര ഗ്രാമത്തില് വലിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കുഴിച്ചപ്പോൾ കിട്ടിയ തക്ഷശിലയിലെ സിങ്ക് ഷീറ്റുകളും ബ്രാസ്, ആൽഫ ബീറ്റ ബ്രാസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സിങ്കും അത് സംസ്കരിച്ച് 99.45% ശുദ്ധമായിട്ടുള്ള സിങ്ക് ഇവാപ്പറേറ്റ് ചെയ്തുണ്ടാക്കാനുള്ള കഴിവും എല്ലാം ഭാരതത്തിൽ നിന്ന് വെളിയിലേക്ക് പോയത് ചാപ്മാൻ എന്നൊരാളിലൂടെയാണ്. ലോകത്തില് സിങ്ക് ഉണ്ടാക്കാനുള്ള അറിവ് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിങ്ക് ഉണ്ടാക്കാനുള്ള അറിവ് വികസിപ്പിച്ചത് നമ്മളാണ്. ഒന്നുകൂടി ഓർക്കണം, അന്ന് പെട്രോൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ കൽക്കരി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവില്ല. ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, അത് മിക്കവാറും ഉറപ്പാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ തലയിൽ ഉദിച്ച ഐഡിയ മാതിരിയുള്ള ഐഡിയ പൂർവിക ഭാരതീയരുടെ തലയിൽ ഉദിച്ച് ഇന്ന് ഉപയോഗിക്കുന്ന റിട്ടോർട്ട് മാതിരിയുള്ള റിട്ടോർട്ട് അന്ന് ഉണ്ടാക്കി. മറ്റൊരു രീതിയിലും പറയാം, അന്നുള്ള റിട്ടോർട്ട് കണ്ടിട്ടായിരിക്കും ഇന്ന് റിട്ടോർട്ട് ഉണ്ടാക്കിയത്. അതിൽ തെറ്റൊന്നുമില്ല. ആ റിട്ടോർട്ട് പ്രോസസ് ഉപയോഗിച്ച് ശുദ്ധമായ സിങ്ക് ഉണ്ടാക്കി ലോക ജനതയ്ക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന നമ്മളുടെ മക്കളെ അറിയിക്കാൻ നമുക്ക് സാധിച്ചാൽ എന്തൊരു ആത്മാഭിമാനം ഉണ്ടാവുക. ചിലപ്പോൾ ചിലർക്ക് തോന്നാറുണ്ട്, എൻ്റെ ഉപ്പാപ്പയ്ക്ക് 3 ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ ഉപ്പാപ്പയ്ക്ക് 3 ആന ഉണ്ടെങ്കിൽ 3 ആന ഉണ്ടെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? വല്ല പ്രശ്നമുണ്ടോ? എല്ലാം ഉപ്പാപ്പ ജനിക്കുകയും ചെയ്തു, മരിച്ചു പോവുകയും ചെയ്തു. ആനയില്ല, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഉണ്ടോ എന്നുള്ളതല്ലല്ലോ ചോദ്യം. ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ഇനി അതുപോലെ ഉണ്ടാവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ കൂടി ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച ദിവസം സിങ്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോയത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീത പ്രണാമം, നമസ്കാരം.